സുന്ദരിയേ ബാ ഇങ്ങട് ബാ. അളിയാ നിനക്ക് മഞ്ജു സെറ്റായില്ലേ? മെല്ലെ പറയടേ, അപ്പുറത്ത് അമ്മ ഉണ്ട്. എപ്പോഴും അളിയാ ഞാൻ ട്രൈ ചെയ്തടാ, എന്റെ ട്രൈ കണ്ട അവള് വീണു. എന്നിട്ട് വിളിയും സംസാരമൊക്കെ തുടങ്ങിയില്ലേ? ആ, എന്തേലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും, കാര്യം സംസാരിച്ചു വെക്കും. ഏതടവൻ ഇതാണ് ഈ പ്രേമിച്ച എക്സ്പീരിയൻസ് ഇല്ലെങ്കിലുള്ള കുഴപ്പം. എന്റെ പൊന്നളിയെ നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ മിനിറ്റിന് വെച്ച് കെയറിങ് കൊടുക്കണം. ഇല്ലെങ്കിൽ അവസാനം കെയറിങ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രേമം പൊട്ടും. എന്നാലും ഒന്നുമില്ലാതെ എന്താ സംസാരിക്കുക? ഒന്നുമില്ലേലും ഒന്നിൽ പിടിച്ച് കയറണം. സംസാരിക്കാനാണോ വിഷയമില്ലാത്ത? അവള് ഭക്ഷണം കഴിച്ചോന്ന് നീ ചോദിച്ചോ? അതെന്തിനാ ചോദിക്കുന്നത്? കഴിച്ചിട്ടുണ്ടാവില്ലേ? മനുഷ്യന്മാരായ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും ചോദിച്ചറിയണം. എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പടലായിട്ട് ഓരോന്ന് ചോദിക്കണം. എന്നാലേ നമ്മൾ കെയറിങ് കൊടുക്കേണ്ടതെന്ന് പറ്റിയവർക്ക് തോന്നുള്ളൂ. ഓഹോ, അങ്ങനെയാണ് അല്ലേ? വിളിച്ച് കുറച്ച് കെയറിങ് കൊടുക്ക്. വലിയ ചെലവുകളൊന്നുമല്ലോ. ആ, ഹലോ. എന്താ എന്താ എന്ത് എന്താ വിശേഷം? നല്ലത് തന്നെ. ഇന്ന് അവിടെ തിങ്കളാഴ്ച അല്ലേ? അതെ, ഇവിടെയും തിങ്കളാഴ്ച. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ലഞ്ച് ടൈം ആവുന്നല്ലേ ഉള്ളൂ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിക്കാണ്ട് പിന്നെ പട്ടിണി കിടക്കാൻ പറ്റുമോ? അതില്ല. എന്താ കഴിച്ചെന്ന് ചോദിക്കി. എന്താ കഴിച്ചേ? പുട്ടും കടലയും. കടല വെന്തിരുന്നോ? നിനക്കെന്താ? അല്ല, ഞാൻ നീ കഴിച്ചോന്നറിയാൻ വേണ്ടി ടെൻഷൻ കാരണം. ഞാൻ കഴിച്ചില്ലേ നിന്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയോ? എന്തോന്നിത്? അങ്ങനല്ല, ഒരു കെയറിങ്ങിന് വേണ്ടി. ഓ, കെയറിങ്. അവള് നിന്റെ അമ്മ കഴിച്ചോ? ആവോ. അപ്പൊ അതറിയില്ലേ? കഴിച്ചിണ്ടാവും. ഉറപ്പില്ലേ? ഉറപ്പിക്കാം, ഇപ്പൊ ഉറപ്പിച്ചുതരാം. അമ്മ, നിങ്ങൾ കഴിച്ചോ? അമ്മ കഴിക്കാൻ മോനെ. 12:30 ആവണല്ലേ ഉള്ളൂ. ലഞ്ച് ഇത്ര നേരത്തെ കഴിക്കുക? ലഞ്ചല്ല, ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റാ. ഹലോ, പെറ്റതള്ള അവിടെ നേരം തെറ്റി ഭക്ഷണം കഴിക്കുക. അവർക്ക് കൊടുക്കാത്ത എന്ത് കെയറിംഗ് ആണോ വേട്ടാവളിയാ നീ എനിക്ക് തരുന്നേ? വെച്ചിട്ട് പോണേ. എന്തായാളിയാ, കെയറിങ് വർക്കൗട്ട് ആയില്ലേ? കെയറിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്തിനാ ഡയറി ചെയ്ത് നോക്കുന്നേ? എന്നാ പോട്ടടാളിയാ, പിന്നെ എപ്പോഴെങ്കിലും വരുന്നേ.